ന്യൂയോർക്കിൽ ഒരു ചരിത്രം പിറന്നിരിക്കുകയാണ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംദാനി ചരിത്ര വിജയം നേടിയിരിക്കുന്നു. മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്വോമോയെ വൻ മാർജിനിലാണ് പരാജയപ്പെടുത്തിയത്. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും മുസ്ലിമുമാണ് മംദാനി. യുഎസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് നഗരങ്ങളിലും ട്രംപിന് തിരിച്ചടിയായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഡിട്രോയിറ്റിലും വെർജീനിയയിലും ആദ്യ വനിതാ മേയർമാരെയും തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രംപാണ് പ്രസിഡന്റ് എന്ന് ഓർമ്മിപ്പിച്ച് വൈറ്റ് ഹൌസിന്റെ എക്സ്പോസ്റ്റ് വന്നു. തന്റെ പേര് ബാലറ്റിൽ ഇല്ലാത്തതിനാലാണ് പരാജയപ്പെട്ടതെന്നാണ് ട്രംപിന്റെ വിചിത്രവാദം. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, ഈ മത്സരത്തിന്റെ അവസാന മണിക്കൂറിൽ പോലും ട്രംപിന്റെ ഭീഷണിയായിരുന്നു മംദാനിക്കെതിരെ വന്നിരുന്നത്. മംദാനിയെ തെരഞ്ഞെടുത്താൽ ഇനി ന്യൂയോർക്കിന് യാതൊരു ആനുകൂല്യങ്ങളും ഉണ്ടാവില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അത്ര തരത്തിലേക്ക് പോയിരുന്നു ആ വാക്പോര്. അതിന് മംദാനി നൽകിയ മറുപടി അത് ഔദാര്യമല്ല, അവകാശമാണെന്നാണ്. ജനങ്ങളപ്പോൾ മംദാനിയുടെ വാക്കുകളെ വിശ്വസിച്ചിരുന്നു. ജീവിതം അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ പാർപ്പിട സൗകര്യം എന്നൊക്കെ പറയുന്ന സാധാരണ മനുഷ്യനെ സ്പർശിക്കുന്ന വിഷയങ്ങളാണ് മംദാനി മുന്നോട്ട് വെച്ചത്. അതാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ, ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ പ്രചരണങ്ങൾക്കാണ് മംദാനി ആദ്യം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യങ്ങൾ കൊടുത്തത്. അതുമാത്രമല്ല, ഈ ട്രംപ് നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുന്ന രീതിയിൽ ട്രംപിനെതിരെ പരസ്യമായി പല വേദികളിലും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ യുഎസിൻ്റെ ഇപ്പോഴത്തെ പുതിയ പോളിസികൾ ഇസ്രായേലിനെ വരെ ശക്തമായി എതിർത്തുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ പ്രതികരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഇദ്ദേഹം മംദാനി ഇതിനു മുൻപേ നിരവധി പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നിലവിൽ ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ ഇപ്പോൾ അസംബ്ലി ഒരു അംഗം കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 34 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരു ജെൻസി ജനറേഷൻ അംഗമല്ലെങ്കിൽ പോലും ജെൻസി യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രസംഗങ്ങളാണെങ്കിലും അദ്ദേഹം ഒരു റാപ്പ് സിംഗർ കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഫ്രീ ബസ് ഫെയർ അത് ന്യൂയോർക്കിൽ നടപ്പിലാക്കും. അതുപോലെ തന്നെ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ, ഡേ കെയറുകളുടെ പ്രവർത്തനം അത് സൗജന്യമാക്കും. അതുപോലെ തന്നെ പല ഇപ്പോൾ വാടകകൾ, ഇപ്പോൾ റെൻ്റൽ സംവിധാനം പലതും വെട്ടിക്കുറയ്ക്കും, പലതും ഫ്രീസ് ചെയ്യും തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല വാഗ്ദാനങ്ങൾ. ഇത് ട്രംപ് എന്നാൽ ഇദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് മുൻപ് പറഞ്ഞിരുന്നത് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാമ്പത്തികമായിട്ട് ഇത്തരമുള്ള ഒരു സൗജന്യവൽക്കരണം അത് ന്യൂയോർക്കിനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടത്തിവിടും, വലിയൊരു ദുരന്തമായിരിക്കും വരാൻ പോകുന്നത് എന്നതുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ വോട്ടർമാർ ആരും അത് കണക്കാക്കിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ മംദാനിയുടെ വലിയ വിജയത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മംദാനി അദ്ദേഹം ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ വളരെ വലിയ മാർജിനിലാണ് ജയിച്ചിട്ടുള്ളത്. 50.5% വോട്ടർമാർ മംദാനിയെ പിന്തുണച്ചിട്ടുണ്ട് എന്നതാണ് പോളിംഗ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 9,48,000 വോട്ടർമാർ മംദാനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള പോളിംഗ് കണക്കുകൾ നിലവിൽ വന്നിട്ടില്ല. എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻഡ്രൂ ക്വോമോയ്ക്ക് 41.3% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി അല്ലാഞ്ഞിട്ട് പോലും ആൻഡ്രൂ ക്വോമോയ്ക്ക്, മുൻ ന്യൂയോർക്ക് മേയറായിരുന്നു, അദ്ദേഹത്തിന് ട്രംപ് വളരെ വലിയൊരു പിന്തുണയാണ് നൽകിയത്. എങ്ങനെയെങ്കിലും മംദാനിയെ പരാജയപ്പെടുത്തണം, അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഇത് മംദാനിയെ പരാജയപ്പെടുത്തി ആൻഡ്രോയെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ട്രംപ് ഇതിനു മുൻപേ നടത്തിയിട്ടുള്ളത്. എന്തായാലും ട്രംപിൻ്റെ ആദ്യ ഒരു പ്രതികരണം വന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും പല ഇലക്ഷൻസിലും ഇപ്പോൾ നിലവിൽ റിപ്പബ്ലിക്കൻസിന് വലിയ പരാജയമായിരുന്നു ഇപ്പോൾ നിലവിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിന് പ്രതികരിച്ചുകൊണ്ട് പല ഡെമോക്രാറ്റിക് നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് ട്രംപിൻ്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ്. അവർ സ്ത്രീകൾക്കെതിരെ, റിപ്പബ്ലിക്കൻസും ട്രംപും സ്ത്രീകൾക്കെതിരെ നിലപാടെടുത്തു. ഞങ്ങൾ വനിതാ സ്ഥാനാർത്ഥികളെ പലയിടത്തും നിർത്തി വിജയിപ്പിച്ചു. അവർ ബ്ലാക്സിനെതിരെ നിലപാടെടുത്തു. ഞങ്ങൾ ന്യൂയോർക്കിൽ ആദ്യ ഒരു കറുത്ത വംശജനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തരത്തിൽ പല ഒരു പ്രതികരണങ്ങളും ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത്. ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ചരിത്രം എഴുതിയിരിക്കുകയാണ് ന്യൂയോർക്ക്. അത് പലതരത്തിലാണ്. ആദ്യത്തെ ഒരു മുസ്ലിം വംശജനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ട്രംപിൻ്റെ ആഹ്വാനങ്ങളെല്ലാം തള്ളി ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ കൂടെ പിന്തുണയോടെ മംദാനി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഏത് രീതിയിലാണ് ഒരു ടേണിംഗ് പോയിന്റ് ആവുന്നത്? തീർച്ചയായും സൊഹ്റാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും വളരെ വലിയ ചലനങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാക്കുക. കാരണം ഇത്
ഇത് ഒഴിവാക്കാൻ ഈ വിജയം ഡെമോക്രാറ്റുകൾക്ക് സ്വാഭാവികമായി വിജയസാധ്യതയുള്ള സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. അവിടെ പരമ്പരാഗതമായി ന്യൂയോർക്ക് സംസ്ഥാനത്താകട്ടെ, ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലാകട്ടെ എല്ലാം തന്നെ ഡെമോക്രാറ്റുകളുടെ തേരോട്ടമാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ജയം ഒഴിവാക്കാനായി ഡൊണാൾഡ് ട്രംപ് പരമാവധി ശ്രമിച്ചു. ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ആൻഡ്രൂ കുവോമോ. അദ്ദേഹം ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും സ്വതന്ത്രമായി മത്സരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ തഴഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി റിപ്പബ്ലിക്കൻ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ ഒരു അവസാനവട്ട ശ്രമം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തി. അതിനുള്ള പ്രധാന കാരണം സൊഹറാനി എന്ന വ്യക്തി ചെറുപ്പക്കാരനാണ്, 33 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ ഒരു ഇടത് അനുഭാവം കാട്ടുന്ന ഒരു വ്യക്തി. കാരണം വംശീയ അടിത്തറ ഉഗാണ്ടയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ തീരുന്ന മീര നായരുടെ മകൻ കൂടിയായ സോഹ്റാൻ മംദാനി മുസ്ലിം മതവിഭാഗക്കാരനാണ്. പലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ആഗോളതലത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തയ്ക്ക് വ്യാപകമായ പ്രചാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കടുത്ത കമ്മ്യൂണിസ്റ്റായി വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ സവിശേഷമായ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറാകുന്ന ഒരു അവസ്ഥ, അത് വലിയ വിപത്തുണ്ടാക്കും എന്ന ട്രംപിന്റെ പ്രചരണം ഏശിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ കാട്ടുന്നത്. 9 ലക്ഷത്തിലധികം വോട്ടുകളുടെ പിൻബലത്തോടുകൂടി സോഹ്റാൻ മംദാനി അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ന്യൂയോർക്കേഴ്സ് സംസാരിച്ചിരിക്കുന്നു. അവിടെ അടിസ്ഥാന വർഗത്തിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. കാരണം ന്യൂയോർക്കിൽ സാധാരണക്കാരും അമേരിക്കയിലെ അടിസ്ഥാന വിഭാഗങ്ങളും വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷനും അവർ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മംദാനിയുടെ വാഗ്ദാനങ്ങളെ കാണുന്നത്. ഒരുപക്ഷെ റിപ്പബ്ലിക്സിന് ഈ കാര്യങ്ങൾ മാച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മേയർ തെരഞ്ഞെടുപ്പാണ് നടക്കണം. അപ്പൊ അതുകൊണ്ട് മംദാനി ഉയർത്തിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നാളുകളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലക്കാൻ കഴിയുന്നതാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇപ്പോഴും. അതുകൊണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പോസ്റ്റ് എന്ന നിലയ്ക്ക് ന്യൂയോർക്ക് മേയർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ടല്ലോ. അത് ട്രംപിനൊരു ഭീഷണിയായി. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ജൂതവംശജരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ന്യൂയോർക്കിൽ ആൻറ്റി ജൂ ആണ്, ഇസ്ലാമിസ്റ്റ് ആണ്, പ്രോ പാലസ്തൈൻ ആണ്. അങ്ങനെ പല പല ആരോപണങ്ങൾ നിരന്തരം സോഹ്റാൻ മംദാനിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതിനുമൊക്കെ അപ്പുറത്താണ് അടിസ്ഥാന വർഗത്തിൻ്റെ ഫ്രീ ബസ് ഫെയർ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ പാർപ്പിട സൗകര്യം, കുട്ടികൾക്കുള്ള അവകാശങ്ങൾ, ഇങ്ങനെ മുന്നോട്ട് വെച്ച ന്യായങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ കൊണ്ടാണോ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? ഇത്ര വലിയൊരു പിന്തുണ, ഇത്രയും ആളുകൾ വോട്ട് ചെയ്യാനെത്തി എന്നത് പോലും അത്ഭുതകരമാണല്ലോ. ഇവിടെ വംശീയതയോ മംദാനിയുടെ മതമോ ഒന്നുമല്ലായിരുന്നു ന്യൂയോർക്കേഴ്സിന്റെ പരിഗണനാ വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിച്ച പാർപ്പിടം, അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഒരു സോഷ്യലിസ്റ്റ് സമീപനം പുലർത്തുന്ന മംദാനിക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ കഴിയും മേയർ എന്ന നിലയിൽ എന്നുള്ള വിശ്വാസമാണ്. ഇതിനെ ഒരു പാൻ അമേരിക്കൻ ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന സംശയമാണ്. കാരണം അമേരിക്കയുടെ അടിസ്ഥാന ഈ കുടിയേറ്റ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ന്യൂയോർക്കിന്റെ നിലപാടാവില്ല ഒരുപക്ഷെ അമേരിക്കയുടെ ആകമാന നിലപാട്. അങ്ങനെ കുടിയേറ്റ വിരുദ്ധത ഒരു നിലപാടായി തന്നെ ട്രംപ് എടുക്കുകയും വലിയ ഫിൽറ്ററിങ്ങിന് ശേഷം മാത്രം അമേരിക്കയിലേക്ക് കുടിയേറ്റം അനുവദിക്കുകയും ചെയ്യുകയെന്ന ട്രംപിന്റെ നയത്തിന് ദേശവ്യാപകമായി ഒരു പരിധിവരെ പിന്തുണ കിട്ടിയതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നതും ഇപ്പോഴും പിന്തുണ കുറെയൊക്കെ നിലനിർത്താൻ കഴിയുന്നതും. പക്ഷെ ന്യൂയോർക്കിൽ വലിയ തോതിൽ കറുത്ത വംശജർ, അറബ് വംശജർ, ജൂതവംശജർ എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന ഒരു മിശ്ര വിഭാഗമാണ്. ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന നിലയിൽ ന്യൂയോർക്കിന്റെ പ്രത്യേകതയെ നമുക്ക് വേറിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മംദാനി പലപ്പോഴും ന്യൂയോർക്ക് ഗവർണറായ ആള് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രൈമറികളിൽ വിജയിച്ച് പാർട്ടി സ്ഥാനാർത്ഥിത്വം നേടുന്ന ഡെമോക്രാറ്റുകളുടെ, റിപ്പബ്ലിക്കൻസ് ഒരിക്കലും ന്യൂയോർക്കിൽ പ്രഭാവം ചെലുത്താറില്ല. ഡെമോക്രാറ്റിക് പാർട്ടി കാൻഡിഡേറ്റ് ആകുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷെ മംദാനി വളരെ ചെറുപ്പമാണ്, 33 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഭാവിയിൽ അദ്ദേഹത്തിന്റെ മേയർ പദവിയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം വലിയ ഒരു ഉരകല്ലാവും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രോമിസ് ഡെലിവർ ചെയ്യാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ എങ്ങനെയാണ്, അതായത് അമേരിക്കയുടെ ഫെഡറൽ
അഡ്മിനിസ്ട്രേഷൻ ന്യൂയോർക്കിനോട് എടുക്കുന്ന സമീപനം എന്തായിരിക്കും? അതെ. ഇതൊരു ഫെഡറൽ ഫിഷറായി മാറുമോ? ഇതെല്ലാം തന്നെ വലിയ തർക്ക വിഷയങ്ങളായി ഒരുപക്ഷെ ഭാവിയിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ നന്ദി പ്രശ്നത്തിന് ഡോക്ടർ മോഹൻ വർഗീസ്. ഇപ്പോൾ അംബാസിഡർ ടി പി ശ്രീനിവാസൻ, നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരു ചരിത്രം കുറിക്കപ്പെടുകയാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ. അത് ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും? ഒരു ഫെഡറൽ യുദ്ധത്തിലേക്ക് പോകുമോ? കാരണം അത്രയേറെ ഭീഷണികൾ ട്രംപ് മുഴക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നിലവിൽ തന്നെ. മറ്റൊന്ന്, മംദാനിയെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ ഈ മേയർ പദവി എന്നൊരു സംശയമാണ് ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം റിപ്പബ്ലിക്കൻസും അല്ലെങ്കിൽ ട്രംപും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു, എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ഒരു ചരിത്ര നിമിഷത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അജയ് സുധ ബിജു തുടരുന്നുണ്ട്. അജയ്, ഒരുപക്ഷെ ന്യൂയോർക്ക് പോലൊരു സിറ്റിയുടെ മേയർ പദവി ഒരു 34-കാരനായ വലിയ കാര്യമായ ഭരണപരിചയം ഇല്ലാത്ത മംദാനിയെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്നതൊക്കെയായിരുന്നു പ്രചാരണ കാലയളവിൽ ഉടനീളം റിപ്പബ്ലിക്കൻസ് ഉയർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. പക്ഷേ മംദാനി വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആദ്യഘട്ടം മുതലേ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്, ഈ ക്യാമ്പയിനെ മുഴുവൻ സമീപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ എത്രത്തോളം ആകാംക്ഷയുണ്ട്? ശ്രീജ, ഇപ്പോൾ നിലവിൽ ഈ യു എസിലുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു വരുമാനം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് മേയറാണെന്ന് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രംപ് അതിനനുസരിച്ചുള്ളൊരു പ്രചരണം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നയിച്ചിരുന്നത്. അതായത് ഈ മംദാനിയുടെ ഈ ഇപ്പോൾ നിലവിലുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അത് ന്യൂയോർക്കിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ന്യൂയോർക്ക് അനുവദിക്കുന്ന ഫെഡറൽ ഫണ്ടെല്ലാം നിർത്തിവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ട്രംപിനെ ഒറ്റയ്ക്കെടുക്കാവുന്ന ഒരു തീരുമാനമല്ല. അത് കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങളുടെ വോട്ട് വേണം. എന്നാൽ മാത്രമേ ഇത് ഇത്തരമൊരു പ്രഖ്യാപനം അത് നിലവിൽ അത് പ്രാവർത്തികമാവുകയുള്ളൂ. എന്നാൽ ഇത്തരം ട്രംപിൻ്റെ ഒരു പ്രചരണങ്ങൾക്കെതിരെയൊക്കെയുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം ഇപ്പോൾ മംദാനി ജയിച്ചതിന് പിന്നാലെ വന്നിട്ടുണ്ട്. അതായത് ട്രംപാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് മറക്കരുത് എന്നുള്ള രീതിയിലൊരു എക്സ്പോസ്റ്റ് വൈറ്റ് ഹൗസ് പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രസകരമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. അദ്ദേഹം എക്സ്പോസ്റ്റ് ഇട്ടത് ട്രംപിൻ്റെ പേരല്ല ബാലറ്റിൽ എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻസിൻ്റെ പരാജയത്തിന് ഇടയാക്കിയത്. അതുപോലെ തന്നെ യു എസിൻ്റെ ഷട്ട് ഡൗൺ, അത് യു എസിലുള്ള ഇപ്പോൾ നിരവധി ദിവസങ്ങളായി യു എസിനെ ബാധിക്കുന്ന ഷട്ട് ഡൗൺ അത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷട്ട് ഡൗണിന് ഉൾപ്പെടെയുള്ള ഒരു കാരണമായിട്ട് ആദ്യം മുതലേ ഇപ്പോൾ റിപ്പബ്ലിക്കൻസും അതുപോലെ തന്നെ ട്രംപും പറയുന്നത് ഡെമോക്രാറ്റുകളാണ് ഈ ഷട്ട് ഡൗണിന് കാരണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവർ ഈ സാമ്പത്തിക നയങ്ങൾ പുതിയ ബില്ല് പാസ്സാക്കാനായിട്ട് അവർ അനുവദിക്കുന്നില്ല, അത് കാരണമാണ് ഈ ഷട്ട് ഡൗൺ നീണ്ടുപോകുന്നത് എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡെമോക്രാറ്റുകളുടെ തലയിൽ ഇടാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നിലവിൽ തന്നെ നടത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അതിനുശേഷം ട്രംപ് പ്രതികരിച്ച ഈ ഇലക്ഷനെ പറ്റിയിട്ടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി ഇട്ട മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, അത് ഇപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ലഭിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം ഇതിന് തൊട്ട് പിന്നാലെ നടത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിന്നൊരു ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഇത് തൻ്റെ പേര് ഇല്ലാത്തത് കാരണം താൻ നേരിട്ട് നേരിടുന്ന തെരഞ്ഞെടുപ്പ് അല്ലാത്തത് കാരണമാണ് ജനങ്ങൾ മറിച്ചൊരു വിധി എഴുതിയത് എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും റിപ്പബ്ലിക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു പരാജയം തന്നെ യു എസിൽ അവർക്ക് നേടിയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ഥലത്ത് ഡെമോക്രാറ്റുകളായ വനിതാ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. വെർജീനിയയിലുള്ള ആദ്യ വനിതാ മേയറായിട്ട് അബിഗേൽ സ്പാൻബർഗ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിട്രോയിറ്റിലുള്ള ആദ്യത്തെ വനിതാ മേയറായിട്ട് മേരി ഷെഫീൽഡ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവർ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ അവിടുത്തെ സിറ്റി കൗൺസിലർ പ്രസിഡന്റ് കൂടിയാണ് ഈ മേരി ഷെഫീൽഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ഡിട്രോയിറ്റിലും അതുപോലെ തന്നെ വെർജീനിയയിലും വനിതാ മേയർമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ന്യൂജേഴ്സിയിൽ മിക്കി ഷെറിൽ അവർ വിജയിച്ചിട്ടുണ്ട്, വനിതാ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ പിറ്റ്സൺബർഗിൽ കോറി ഒക്കോണർ വിജയിച്ചിട്ടുണ്ട്, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ സിൻസിറ്റിയിൽ അഫ്താബ് പുരേവൽ വിജയിച്ചിട്ടുണ്ട്, ഇവരും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ്. അറ്റ്ലാന്റയിൽ ആൻഡ്രേ ഡിക്കൻസ് വിജയിച്ചിട്ടുണ്ട്, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെർജീനിയയിലുള്ള ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പ്, ആ
തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗസാല ഹാഷ്മി വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മുസ്ലിം വനിത കൂടിയാണ് ഈ അമേരിക്കൻ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ ഒരു മുസ്ലിം വംശജയായ വനിത കൂടിയാണ് ഈ വെർജീനിയയിലെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മേയർ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ളൊരു വിജയം ഡെമോക്രാറ്റുകൾക്ക് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ട്രംപിൻ്റെ നയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ നയങ്ങളെ US ജനത തള്ളിക്കളയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് വ്യാപകമായിട്ട് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ. ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്ക് പാരമ്പര്യമായി സ്വാധീനമുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല മറ്റ് നഗരങ്ങളിലും വെർജീനിയയിലും ഇപ്പോൾ ന്യൂജേഴ്സിയിലും അതുപോലെ തന്നെ ഇപ്പോൾ വിറ്റ്സൺബർഗിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡെമോക്രാറ്റുകൾ ജയിച്ചത് അത് ട്രംപിൻ്റെ നയങ്ങളെ തള്ളിക്കളയുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ മംദാനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പല സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ ഡേ കെയറുകളുടെ പ്രവർത്തനം അത് സൗജന്യമാക്കും. ഇത് പല മിഡിൽ ക്ലാസ് കുടുംബങ്ങളെയും ആശ്വാസത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പല ബസ് ഫെയറുകൾ അത് സൗജന്യമാക്കും. പിന്നെ അതുമാത്രമല്ല പല റെന്റൽ സംവിധാനങ്ങൾ റെന്റ് കുറയ്ക്കും, പലതും ഫ്രീസ് ചെയ്ത് വയ്ക്കും തുടങ്ങിയിട്ടുള്ള അങ്ങനെ സാധാരണക്കാരെ സ്പർശിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വാഗ്ദാനങ്ങൾ സൊഹ്റാൻ മംദാനി നിരവധി നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു. അതിനപ്പുറത്ത് നടന്ന പ്രചാരണങ്ങളെല്ലാം ന്യൂയോർക്ക് ജനത തള്ളിക്കളഞ്ഞു എന്ന് വേണം ഈ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതോടുകൂടി ചരിത്രത്തിലേക്കാണ് ന്യൂയോർക്ക് മേയർ പദവി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ആദ്യത്തെ മുസ്ലിം വംശജൻ, അങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളോടെ സൊഹ്റാൻ മംദാനി ഇന്ത്യൻ വംശജയായ സംവിധായക മീര നായരുടെയും ഉഗാണ്ടൻ വംശജനായ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ. 34 വയസ്സ് മാത്രമാണ് പ്രായം. ഇപ്പോൾ നിലവിൽ അവിടെ അംഗമായി പ്രവർത്തിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റി ഭരണസമിതിയിൽ അംഗമായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിലേക്ക് ഒരു ന്യൂയോർക്ക് മേയർ പദവി കടക്കുകയാണ്.